ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ പതിവില്ലാതെ പൂജാമുറിയിൽ കയറി അയ്യപ്പ ഭഗവാന്റെ മുൻപിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ദുർഗയ്ക്കും ഉണ്ണിക്കും പലവിധ സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ കണ്ണൻ വരുന്നതും 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് ഉണ്ണിയും, അന്നത്തെ ആക്സിഡൻറ്റ് സമയത്ത് നിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നീ അങ്ങനെ പൂജാമുറിയിലൊന്നും കയറാറില്ലല്ലോ, അതിനൊരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ വൃശ്ചികത്തിലാണെന്നെല്ലാം ദുർഗയും ചോദിക്കുമ്പോൾ ഇനിയും അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് കണ്ണൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ പറയുന്നതിനെക്കുറിച്ച് കരുണ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ നീ എന്താണ് അയാളെ നേരിട്ട് കണ്ട് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ശ്രമിക്കാത്തതെന്ന് കണ്ണൻ ചോദിക്കുന്നു. തുടർന്ന് അയാളെ വിശ്വേട്ടനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മളാരും വെറുതെ നിൽക്കില്ലല്ലോ, അയാളുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുകയില്ലേ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുക മാത്രമല്ല, അയാൾ ചിലപ്പോൾ കൊന്നുകളയുമെന്ന് കണ്ണൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പോയതിന് ശേഷം അയാൾ എന്തോ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഉണ്ണിയും, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, അവളുടെ അച്ഛനെ കാണുന്നതിൽ നിന്നും കരുണ എന്തിനാണ് നമ്മളെ തടയുന്നതെന്നുള്ളൊരു സംശയം ദുർഗയ്ക്കും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കണ്ണൻ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനുള്ള ആഗ്രഹവുമായിട്ട് ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്നു. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും അമ്മയെ അവിടെ കാണാത്തതിനെ തുടർന്ന് നിരാശനായിട്ട് കണ്ണൻ അമ്പലത്തിൽ നിന്നും ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. കാണണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല എന്നും, പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പുഞ്ചിരിയുമായിട്ട് മുന്നിൽ വരൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണൻ നോക്കുന്ന സമയത്താണ് കണ്ണനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ അവിടേക്ക് കണ്ണൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അമ്മ മാത്രമല്ല, നമ്മുടെ മാർക്കോയും അമ്മയോടൊപ്പം ഉണ്ട്. അമ്മയോടൊപ്പം മാർക്കോയും കാണുമ്പോൾ കണ്ണന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് അമ്മയെ കാണണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെത്തിയതെന്നും നിരാശനായിട്ട് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു. അമ്മയോടൊപ്പം പക്ഷേ മാർക്കോയും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് എടാ മാർക്കോ, നിനക്ക് എങ്ങനെ അമ്മയെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് മാർക്കോ ചെയ്യുന്നത്. അമ്മ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ അറിയാനുള്ളത്, അത് ഞാൻ അറിഞ്ഞു. അമ്മ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് സമ്മാനിച്ച അതേ അയ്യപ്പ വിഗ്രഹമാണ് എൻ്റെ ഭാര്യ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതെന്നും, ഇനി ഞാൻ കാണുന്ന ഈ അമ്മയും എൻ്റെ ഭാര്യ പലപ്പോഴായിട്ട് കാണുന്ന അമ്മയും ഒരാൾ തന്നെയാണോ എന്നൊരു എൻ്റെ സംശയം കൂടി തീർത്തു തരണമെന്ന് കണ്ണൻ പറയുമ്പോൾ അതൊക്കെ മോനെ വഴിയെ മനസ്സിലാകും. മോൻ്റെ ഭാര്യയും കൂട്ടി ഒരു ദിവസം ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് വരണം, അന്ന് മോൻ്റെ സംശയം ഞാൻ തീർത്തു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. പിന്നെയും മാർക്കോ, മോനും ഭാര്യയ്ക്കും ഏതാപത്തിലും തുണയായിട്ടുണ്ടാകും. മോൻ്റെ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ കൂടി മോൻ അറിയാനുണ്ട്, അത് മോൻ ഉടനെ അറിയുമെന്നും അമ്മ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കണ്ണൻ. എല്ലാവരും കരുതുന്നത് പോലെ അത് വെറും ഒരു അപകടമരണം അല്ല എന്നും അതിന് പിന്നിൽ ഒരാളുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നും അമ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രതാപനെ മാത്രം ശിക്ഷിക്കുന്നതിൽ അർത്ഥം ഇല്ല എന്നും അതിന് പ്രതാപനെ നിയോഗിച്ച ആളാണ് യഥാർത്ഥ പ്രതി എന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് ഹോസ്പിറ്റലിലെത്തുന്ന കണ്ണനോട് ഇതിനിടയിൽ ആ വാമൻ ഒരു വൃത്തികെട്ട കളി കളിക്കുന്നുണ്ടെന്നും, തുടർന്ന് നിന്നെ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി മഹിയിൽ നിന്നും 10 ലക്ഷം രൂപയാണ് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും, നീ അറിയാതെ 1 രൂപ പോലും എടുക്കാൻ ആഗ്രഹിക്കാത്ത മഹിയെ ആ ഒരു കാര്യം കൂടുതൽ തളർത്തിയെന്നും അനന്തവും ലേഖയും പറയുന്നത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണൻ അതിന് അയാൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറഞ്ഞിട്ടാണ് അനന്തു വാമനെ വിളിച്ചിട്ട് 10 ലക്ഷം രൂപ റെഡിയായിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നു. പിന്നീട് മഹിയെ അടുത്തെത്തുന്ന കണ്ണൻ അനന്തു എന്നോടെല്ലാം പറഞ്ഞു എന്നും, എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന അയാൾ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു അല്ലേ, ഏതായാലും ഇന്നത്തോടെ ബ്ലാക്ക് മെയിൽ അവസാനിപ്പിക്കുമെന്നും അനന്തു അയാളുടെ പണത്തിനോടുള്ള ആർത്തി തീർത്തു കൊടുക്കുമെന്നും കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്. ഇതേ സമയത്താണ് മഹി തൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു സംശയത്തെക്കുറിച്ച് കണ്ണനോട് തുറന്നു പറയുന്നത്. അതായത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് വാമനാണോ എന്നുള്ളൊരു സംശയം തൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള ഒരു കാര്യം മഹി കണ്ണനെ അറിയിക്കുന്നു. താൻ സുഖം പ്രാപിക്കട്ടെ, അതിനുശേഷം അതിൻ്റെ പുറകെ പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നും കണ്ണനും പറയുന്നുണ്ട്. അങ്ങനെ അനന്തു പണം റെഡിയായിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന്
വാമനാണെങ്കിൽ സന്തോഷത്തോടു കൂടി ആ 10 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ കൂടുതൽ പണം വാങ്ങിച്ചെടുക്കുന്നതിനെക്കുറിച്ചെല്ലാം സീമന്തിനിയും വാമനും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനന്തവും ലേഖയും ഇനി ഞാൻ എൻ്റെ കറവ പശുക്കളാക്കിയിട്ട് ഇനി അവരുടെ നിന്നും കൂടുതൽ പണം വാങ്ങിച്ചെടുക്കുമെന്നെല്ലാം വാമൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. ഈ 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കുക, എന്നിട്ട് മതി കൂടുതൽ പണം കിട്ടുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാനെന്നെല്ലാം സീമന്തിനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാമൻ അപ്പോൾ ഇതേ സമയത്താണ് കരുണ വാമനെ കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ കരുണയാണെങ്കിൽ അവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ വാമൻ പുറത്തിറങ്ങാൻ തുടങ്ങുന്നതും കരുണ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ആ ഒരു കാഴ്ച കണ്ട് വാമനാണെങ്കിൽ ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട്. തുടർന്ന് അമ്മാവനും അമ്മായിയും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു എന്നും 10 ലക്ഷം രൂപയാണല്ലേ അമ്മാവൻ മഹാലക്ഷ്മിയിൽ നിന്നും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പോകുന്നത്. കിട്ടുന്നതിൽ പാതി എനിക്ക് തന്നില്ലെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ ഞാൻ അറിയിക്കും. അതായത് അമ്മാവനാണ് കണ്ണനട്ടൻ്റെ അച്ഛനെ കൊല്ലിച്ചതെന്ന് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വാമനെ വിരട്ടി നിർത്തുന്നുണ്ട്. തുടർന്ന് സീമന്തിനിയാണെങ്കിൽ വാമനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരുണയെ ഇപ്പോൾ പിണക്കുന്നത് ആപത്താണെന്നും അതുകൊണ്ട് കിട്ടുന്നതിൽ പാതി കൊടുക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കാനൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ അനന്തു ഇപ്പോൾ 10 ലക്ഷം രൂപയുമായിട്ട് വരും എന്ന് കരുതിക്കൊണ്ട് സന്തോഷത്തിൽ കാത്തു നിൽക്കുകയാണ് വാമൻ. അങ്ങനെ അനന്തു വരുന്നതും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അനന്തു മഹാലക്ഷ്മിയോട് ഞാൻ പണം ആവശ്യപ്പെട്ടത്. മേഘൻ്റെ ചികിത്സ, സ്വാതിയുടെ കല്യാണം എല്ലാം നല്ല രീതിയിൽ നടക്കണ്ടേ, അതിന് എൻ്റെ മുന്നിൽ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ അതിനെ പാവം പിടിച്ച മഹിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണോ വേണ്ടത്? തനിക്ക് 10 ലക്ഷം രൂപയല്ല നല്ല ഇടി തരാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ മാത്രമല്ല എന്നോടൊപ്പം മാർക്കോയും കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വാമൻ. ശരിക്കും താൻ നല്ലവനായി എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നോടെല്ലാം തുറന്നു പറഞ്ഞത്, എന്നിട്ട് താൻ അത് മുതലാക്കാൻ ശ്രമിച്ചു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും അനന്തവും കൂടിയിട്ട് വാമനെ കണക്കിന് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്